അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആത്മാവിന് വേർപെടുത്തപ്പെടുകയാണ്. ആരും അറിയുന്നില്ല. അതേ, എല്ലാം കഴിഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോയി, സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് പോയി. അന്നവിടെ സീപ്പർ പോലും കടന്നു വന്നില്ല. രാത്രിയേറെ വൈകിയിട്ടാണ്. 5ാമത്തെ ഷോയായിരുന്നു. സർവരും വൈകിപ്പോയി. 12 മണി സമയമായി. എല്ലാവരും തിയേറ്റർ അടച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ തിയേറ്റർ തൂക്കാൻ വേണ്ടി അവിടെ കിടക്കുന്ന പാൻപരാഗിന്റെ കവറ്, അവിടെ കിടക്കുന്ന സിഗരറ്റിന്റെ കുത്തികള്, അത് തൂത്തെടുക്കാമെന്ന സീപ്പർ വന്നു നോക്കുമ്പോ ബാൽക്കണിയിൽ ഒരു മനുഷ്യൻ കാലിന് മുമ്പിലുള്ള കസേരയിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് കൈ കണ്ടും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് മനുഷ്യനാണ് ഇവൻ? നമസ്കരിച്ചവനാണ്, ഇശാ നമസ്കരിച്ച മനുഷ്യനാണ്. അവനെ പള്ളിയിൽ ജമാഅത്തിന് കണ്ട മനുഷ്യനാ. പക്ഷെ അരമണിക്കൂറിന് ശേഷം അതാ സിനിമാ തിയേറ്ററിലേക്ക് പോയി പടം കണ്ടുകൊണ്ടിരുന്നപ്പോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ? എത്ര മോശമാണ്. എവിടേക്കാണ് അവന്റെ ആത്മാവിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക? സിജ്ജീനിലേക്കാണോ അതോ എല്ലീനിലേക്കാണോ? മോശപ്പെട്ട രീതിയിൽ മരണം നമുക്ക് വരരുത് എന്ന് ചിന്തിക്കണ്ടയോ പ്രിയപ്പെട്ട പനൂരിലുള്ള ഉമ്മ? ഇശാ നമസ്കരിച്ചിട്ട് സീരിയല് കാണുന്ന ഉമ്മ, മഗ്രിബ് നമസ്കരിച്ച് തസ്ബീഹ് പിടിച്ചുകൊണ്ട് സിനിമയുടെ മുന്നിലേക്ക് കയറിയിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും കളിച്ചുകൊണ്ടിരിക്കുമ്പോ, അത് കണ്ടുകൊണ്ടും രസിച്ചുകൊണ്ടും ഇരിക്കുമ്പോ ഒരു കാര്യം നിന്റെ മനസ്സിന്റെ കത്തളത്തിൽ നീ കോറിയിടണേ, ഇതൊന്നും എനിക്ക് ആഖിറത്തിലേക്ക് ഗുണമുള്ളതല്ല. പരിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊടണേ. ഇന്ന് നമുക്ക് സ്വന്തമായ ഖുർആൻ എവിടെയാണുള്ളത്? എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എനിക്ക് സ്വന്തമായ ഖുർആൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ വാപ്പ പറഞ്ഞിരുന്നു എന്റെ ഖുർആനാണടാ അത്. നമ്മുടെ ഉമ്മ പറഞ്ഞിരുന്നു ഓനെ ആ ഖുർആൻ ഇങ്ങെടുക്ക്, അതെന്റെ ഖുർആനാണ് എന്ന് ഉമ്മ പറഞ്ഞിരുന്നു. പക്ഷെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറയാൻ പറ്റുന്നത് പോലെ 5 ശിശു ഉള്ളതാകുന്ന ഖുർആനുമായി മദ്രസയിലേക്ക് രാവിലെ വാപ്പയുടെയും ഉമ്മയുടെയും കവിളത്ത് ചുംബനം കൊടുത്തുകൊണ്ട് ഇറങ്ങിപ്പെടുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് പറയാൻ പറ്റുന്നത് പോലെ ഇതെന്റെ ഖുർആനാണെന്ന് അവകാശപ്പെടാൻ 20 വയസ്സിന് മുകളിലോട്ട് 50 വയസ്സ് വരെ ഉള്ളവർക്കില്ല. ഇതെന്നെ ഖുർആനാണെന്ന് പറയാൻ നിനക്ക് സ്വന്തമായൊരു ഖുർആനുണ്ടോ? ആ ഖുർആൻ നീ പാരായണം ചെയ്യലുണ്ടോ? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് ആ ഖബറിൽ വെച്ചുകൊണ്ട് അവന്റെ മുന്നിലേക്ക് ഇതാ കടന്നു വരുകയാണ്. ഇന്ന റജുല യൽഖാ സാഹിബഹു. ഖബറിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെല്ലുമ്പോ അതാ ഖബറിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യൻ അവന്റെ മുന്നിലേക്ക് കടന്നു വരുകയാണ്. നല്ല താടിയുള്ളതാകുന്ന രൂപത്തില്, നല്ല തലയെക്കെട്ട് കെട്ടിയതാകുന്ന രൂപത്തില്, വെള്ള വസ്ത്രം ധരിച്ചതാകുന്ന രൂപത്തില്, നല്ലതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വന്ന മനുഷ്യൻ. ആ മനുഷ്യൻ ചോദിക്കുമത്രേ, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയുമോ? ഫയുഖാലു ലഹു, അവനോട് പറയപ്പെടുമത്രേ, ലാ അരിഫു, എനിക്ക് നിന്നെ അറിയുകയില്ല, എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് കാണുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുന്ന പോലെ, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയില്ലേ? പറയും, ആരിഫുക്ക്, എനിക്കറിയില്ലല്ലോ, ആരാണ് നിങ്ങൾ? ചോദിക്കാം, വീണ്ടും ചോദിക്കും, ഹൽ താരിഫുനി, അറിയില്ലേ? ഫയുഖാലു ലഹു, പറയുമത്രേ, ലാ അരിഫുക, എനിക്ക് നിന്നെ അറിയുകയില്ല. ഫയഖൂലു റജുൽ, ആ മനുഷ്യന് പറയുമത്രേ, അന സാഹിബുകൽ ഖുർആൻ, أنا صاحبك القرآن الذي عظمتك في الهواجر وأسهرت ليلك. പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് നീ ഓതിയതാകുന്ന പരിശുദ്ധമായ ഖുർആനില്ലയോ? ആ വിശുദ്ധമായ ഖുർആനാണ് ഞാൻ, പരിശുദ്ധമായ ഖുർആനാണ് ഞാൻ. എത്രയോ രാവുകളിലാണ്, തണുപ്പുള്ളതാകുന്ന രാവുകളിൽ നീ ഒതുവെടുത്തുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതിയില്ലയോ? ആ ഖുർആനാണ് ഞാൻ. അന സാഹിബുകൽ ഖുർആൻ, ഞാനാണ് നിന്റെ ഖുർആൻ. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ജീവിതത്തിൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഖുർആൻ ഓതിയവരെത്തവര് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽ-കഹ്ഫ് സൂറത്ത് പോലും വെള്ളിയാഴ്ച ദിവസം പോലും ഓതാത്തവരായി മാറി. ആരാണ് നമ്മൾ? ഖുർആന്റെ വാഹകരാണ്. അൽ-കഹ്ഫ് സൂറത്ത് കുറഞ്ഞത് 3 പ്രാവശ്യം ഓതണമെന്നാണ് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയത്. ഒന്ന് വെള്ളിയാഴ്ച രാവ്, മറ്റൊന്ന് വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞതിന് ശേഷം, പിന്നൊന്ന് ജുമുഅയ്ക്ക് തൊട്ട് മുമ്പ്. ഇങ്ങനെ 3 രീതിയിലായിട്ട് ഓതി തീർക്കാം. ഒരു പ്രാവശ്യം പോലും ഓതാത്തവരാണ് നമ്മൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എത്ര വലിയ ശ്രേഷ്ഠതയാണ് ആ സൂറത്തുകൾക്കൊക്കെ ഉള്ളത്.
ആരാണിതൊക്കെ ശ്രദ്ധിക്കുന്നവർ? ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആൻ ആരാണ് ഓതുന്നവർ? യാസീൻ സൂറത്തും ഒരു സൂറത്തുൽ മുൽക്കും ഒരു ഇദാവക്കാത്തിയ സൂറത്ത് പോലും ഓതാത്ത എത്രയോ ആളുകളുണ്ട്, എത്രയോ കുടുംബങ്ങളുണ്ട്. എന്നാൽ അത് മുറുകെ പിടിക്കുന്ന അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകളുമുണ്ട്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അതുകൊണ്ട് മാത്രമായില്ല, ഖുർആൻ ശരിക്കും ഓതണം. നമ്മൾ ഖുർആൻ നല്ലതുപോലെ നമ്മൾ ഓതണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദുനിയാ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നവരില്ലയോ, നീ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവനല്ലയോ, നീ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നല്ല ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് പരിശുദ്ധമായ വശ്യസുന്ദരമായ ഖുർആനിക ആയത്ത് നീ കേട്ടുകൊണ്ടിരുന്നാൽ ആ യാത്രയിൽ നിനക്ക് അപകടമുണ്ടാവുകയില്ല. ഇത് ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. കാറിൽ നീ കാർ റീഡർ പിടിപ്പിച്ചോ, അല്ലെങ്കിൽ നിന്റെ മൊബൈൽ ഫോൺ നിന്ന് കാറിലേക്ക് കണക്ട് ചെയ്തിട്ടോ പരിശുദ്ധമായ ഖുർആനോദനെ വായലുകൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യണേ. അങ്ങനെ നീ പോയി കഴിഞ്ഞാലോ യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദുനിയാ. ഭൗതിക ലോകത്തെ വിപത്തുകളെ തൊട്ട് അല്ലാഹു കാക്കും സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആക്സിഡന്റ് ഒന്നും ഉണ്ടാവൂല, നീ നിന്റെ രീതിക്ക് പോകണം. ഇപ്പൊ കണ്ടില്ല ഓരോ പിള്ളേർ എഞ്ചിനീയറിംഗ് കുട്ടികൾ അല്ലെങ്കിൽ ഇന്ന കുട്ടികളൊക്കെ ഒക്കെ മറിയുന്നു, അവിടെ മറിയുന്നു. എന്താ സംഭവം? ജിമിക്കി കമ്മൽ തുള്ളിച്ചാടിക്കൊണ്ട് പോയിട്ടാ. അല്ലാഹു ആക്കട്ടെ. അല്ലാതെ ഇവിടെ ദീനിന്റെ ആൾക്കാർ ഏതെങ്കിലും സിയാറത്തിന് പോയവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൽമിന്റെ മേഖലകൾക്ക് പോയവരോ ആരെങ്കിലും കൊക്കെ മറിഞ്ഞിട്ട് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്ത്? കാരണം എന്താ? അവരാ വണ്ടിയിൽ എന്താണ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും പോവാ, ദിക്ർ ചൊല്ലിയിട്ടായിരിക്കും പോവാ. മറ്റേത് ജിമിക്ക് കമ്മലേട്ടാ പോയത്. അല്ലാഹു ആക്കട്ടെ. അപ്പൊ കമ്മലിട്ട് കൊടുക്കും, താഴോട്ട് കൊക്കയിലോട്ട് മറിഞ്ഞു. അല്ലാഹു ആക്കട്ടെ. ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാ. വണ്ടിയിലോട്ട് കയറിയ ഉടനെ ഇത് അതിൻ്റെയാണ്, ഇത് മാറ്റി ഖുർആനൊത്തൊന്നും വേണ്ട, വേറെ വരും വേറെ പാട്ട് വല്ലതും കണ്ടിട്ട് പാട്ടിട്ടിട്ട് എല്ലാവർക്കും അടിച്ചു പൊളിച്ചു പോകണം. ഒരു വണ്ടി എടുത്ത എല്ലാവർക്കും പിന്നെ അതാ രസം. സിനിമാപ്പാട്ട് വേണം. ഉസ്താദിനെ എങ്ങനെയെങ്കിലും ദ്വാരക്കാൻ വേണ്ടി കൂടെ കയറ്റുമ്പോൾ ഓളിയും കുറച്ച് ഓഫി പാട്ട് ഉസ്താദിന് വേണ്ടി പ്രത്യേകം എഡിക്കേറ്റ് ചെയ്ത ഒരു വാലിട്ട് കൊടുക്കും. ഉസ്താദ് ഇത് കേട്ടു നോക്കി, ഭയങ്കര സംഭവമായിട്ട്. തൊട്ടിപ്പുറത്ത് ഉസ്താദ് നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കാസറ്റുകൾ ഏതാ ഓരോ സിനിമയുടെ കാസറ്റ് മൊത്തം ഇവിടെ ഇരിപ്പുണ്ട്. മിക്കവരുടെ വീട്ടിലോട്ട് കയറി ചെന്നാൽ മതിയല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താണ് സ്ഥിതി? അള്ളാഹു നമ്മളെ നന്നാക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. ആഖിറമാകുന്ന ഖബർ ജീവിതം മുതൽ നിനക്ക് രക്ഷപ്പെടണോ ഖബർ മുതലയോ ആഖിറം തുടങ്ങുന്നത്. അവിടെ മുതൽ നിനക്ക് രക്ഷപ്പെടണോ പരിശുദ്ധമായ ഖുർആൻ നീ ഓതണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതണം. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയേ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ. അൽ ഹാലു വൽ മുർതഹീൽ. അൽ ഹാലു വൽ മുർതഹീൽ, ഹാലിൽ നടക്കലാണ്. എന്താ ഹാല് മുർതഹീൽ? ഫഖീല, നബി തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, വമൽ ഹാലു വൽ മുർതഹീൽ, എന്താണ് ഹാൽ എന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു അത്രേ, ഇദാ ഖതമ ഖതമതൻ ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രാവശ്യം ഓതി തീർത്താൽ വീണ്ടും ഖുർആൻ തുടങ്ങി വെക്കുന്നവനാണ്, വീണ്ടും ഫാത്തിഹ സൂറത്ത് മുതൽ തുടങ്ങുന്നവനാണ്, വീണ്ടും ഖുർആൻ തീർക്കുന്നവനാണ്, വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നവനാണ്, വീണ്ടും ഖത്മ് തീർക്കുന്നവനാണ്, വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നവനാണ്. ഇങ്ങനെ ചെയ്യുന്നതാകുന്ന ആളിനെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഖബറിലേക്ക് വരുന്ന മനുഷ്യൻ, ഖബറിൽ വരുന്നതാകുന്ന മനുഷ്യൻ ഒരു മനുഷ്യനെ കാണുകയാണ്.
അവിടെ അതാ ഒരു മനുഷ്യന്റെ കോലത്തിൽ നിൽക്കുകയാണ്. ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയില്ലയോ അറിയില്ലയോ? ഫയുഖാലു ലഹു, പറയപ്പെടും അത്രേ, ലാ അരിഫുകുമാ അരിഫുക്, എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറയുമ്പോ അവന് പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, ഞാനാണ് നിന്റെ വിശുദ്ധ ഖുർആൻ. നീ ഉറക്കമടിച്ചുകൊണ്ട് ഖുർആൻ ഓതിയത് എന്നെയാണ് നീ പാരായണം ചെയ്തത്. നിന്റെ കൂടെ ഞാനുണ്ട്. ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ യാത്രകളിലും ഞാനുണ്ട്. വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, അവന്റെ തലയിലേക്ക് വഖാറിന്റെ ഗാംഭീര്യത്തിന് ഒരു കിരീടത്തെ അല്ലാഹു ധരിപ്പിക്കുമത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ കാര്യം? ഖുർആൻ ഓതിയവനാണ്, ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ അനുഷ്ഠിച്ചവനാണ്. അവന്റെ തലയിലേക്ക് ഒരു കിരീടം കൊണ്ട് വെച്ചു കൊടുക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലാത്ത പ്രകാശമാ പരിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കിയതാകുന്ന മക്കളില്ലയോ? വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഉൾക്കൊണ്ടുന്ന മക്കളില്ലയോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളെ, ഹിഫ്ള് പഠിക്കുന്നതാകുന്ന പൊന്നുമക്കളെ, ചെറിയ പുണ്യമല്ല ഖുർആൻ ഓതുക എന്നുള്ളത്. ആ മക്കള് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയല്ലയോ? സുബഹി നമസ്കരിച്ചിട്ട് വൈകുന്നേരം വരെ പരിശുദ്ധമായ ഖുർആൻ ഓതുകയല്ലയോ? പുതിയ പാഠവും പഴയ പാഠവും എന്ന നിലയ്ക്ക് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരെ ഒരു ചെറിയ സൗഭാഗ്യമല്ല. അല്ലാഹുവിന്റെ കലാമല്ലയോ, പരിശുദ്ധ കലാമല്ലയോ? ആ കലാം ഓതാനുള്ള സൗഭാഗ്യം കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, ഗാംഭീര്യത്താലുള്ള ഒരു കിരീടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തലയിലേക്ക് അണിയിക്കുമത്രേ. തീർന്നില്ല. വയൂതാ ബിയമീനിഹി അൽ മുൽക്കു, അവന്റെ വലതുഭാഗത്ത് ശാശ്വതത്വം രേഖപ്പെടുത്തുകയാണ്. രാജാധികാരം അല്ലാഹു നൽകുകയാണ്. സ്വർഗലോകത്തേക്കുള്ള രാജാധികാരം അവന്റെ വലതുഭാഗത്ത് അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. വൽ ഖുൽദു ബിശിമാലിഹി, ആ സ്വർഗലോകത്ത് ശാശ്വതത്വം വസിക്കാനുള്ളതായ സർട്ടിഫിക്കറ്റും അവന്റെ ഖബറിൽ വെച്ച് തന്നെ അല്ലാഹു രേഖപ്പെടുത്തി കൊടുക്കുകയാണ്. തീർന്നില്ല. നാളെ മഹ്ശറിലേക്ക് ഇവനെ കൊണ്ടുപോകുമ്പോ വയുക്സാ വാലിദാഹു ഹുല്ലതൈൻ, ഈ ദുനിയാവിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിയതാകുന്ന ആളുകൾ, പരിശുദ്ധമായ ഖുർആനിന്റെ വഴികളിലേക്ക് മക്കളെ പറഞ്ഞയച്ചതാകുന്ന മാതാപിതാക്കൾ, ആ മാതാപിതാക്കളെ ക്ഷണിക്കുമത്രേ, മാതാപിതാക്കളെ അല്ലാഹു വിളിക്കുമത്രേ. പനമൂരിലുള്ള എത്രയോ മുത്തഅല്ലിമീങ്ങളുണ്ട്, എത്രയോ ആലിമീങ്ങളുണ്ട്, എത്രയോ ഉഖറവിയായ പണ്ഡിതന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ ദീനിന്റെ മാർഗത്തിലേക്ക് പറഞ്ഞയച്ചു വിട്ട പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങൾ ഓരോരുത്തരെയും അല്ലാഹു വിളിക്കുകയാണ്. വയുക്സാ വാലിദാ, ആ മാതാപിതാക്കളെ ധരിപ്പിക്കുകയാണ്. ഹുല്ലതൈൻ, സ്വർഗലോകത്തെ പട്ടുവസ്ത്രം അല്ലാഹു ധരിപ്പിക്കുമത്രേ. ഈ ദുനിയാവിൽ പുരുഷന് പട്ട് ഹറാമാണ് എങ്കിൽ ആഖിറത്തിലേതാ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗലോകത്തെ പട്ടുവസ്ത്രം ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ധരിപ്പിക്കുമത്രേ. പാവപ്പെടുത്താകുന്ന മാതാപിതാക്കൾ, കൃഷിപ്പണിക്കാരാകുന്ന മാതാപിതാക്കൾ, അവർ വിളിച്ചു ചോദിക്കുകയാണ് ബിമകുസീനാ ഹാദിഹി യാ അല്ലാഹ്, അല്ലാഹുവേ പടച്ചറബേ, ഞങ്ങൾ എന്തിനാണ് ഇത് ധരിപ്പിച്ചത് അല്ലാഹ്? എന്തിനാണ് ഇത് ധരിപ്പിച്ചത് അല്ലാഹ്? ഞങ്ങൾ എന്ത് ചെയ്തതിന്റെ പേരിലാണ് റബ്ബേ? എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹ് ഞങ്ങൾക്ക് ഈ വില കൂടിയ പട്ടുവസ്ത്രം
പട്ടുവസ്ത്രം ഞങ്ങൾക്ക് നീ ധരിപ്പിച്ചത് അല്ലാ, അതേ ചെറിയ വിലയല്ല. ലോകത്തിന്റെ നായകൻ പറയുകയാണ്, ഈ ദുനിയാവിൽ ഒരാൾക്ക് പോലും അതിന്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ലത്രേ. അത്രമാത്രം വില കൂടിയ പട്ടുവസ്ത്രം നാളെ മഹ്ശറിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കളുടെ ശരീരത്തിലേക്ക് അള്ളാഹു ധരിപ്പിക്കുകയാണ്. അപ്പോഴാണ് മക്കളോട് മാതാപിതാക്കൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവേ ഇതെന്തിനാണ് ഞങ്ങൾക്ക് നീ ധരിപ്പിച്ചത് അല്ലാ? അവർ രണ്ടാളുകളോട് പറയപ്പെടും അത്രേ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഖുർആനിന്റെ വഴികളിലേക്ക് തിരിച്ചുവിട്ടത് കൊണ്ടാണ് പനവൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മ, പനവൂരിലുള്ള പ്രിയപ്പെട്ട ഉപ്പ നിങ്ങൾക്ക് ഈ വില കൂടിയ പട്ടുവസ്ത്രം ധരിപ്പിക്കുന്നത് എന്ന് പറയപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുർആൻ ഓതലെന്നല്ല ചെറിയ കാര്യമല്ല, ഖബർ മുതൽക്ക് അങ്ങോട്ട് കൊടങ്ങാണ് അതിന്റെ കൂലി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവിലും കിട്ടും അതിന്റെ പ്രതിഫലം. അതാ പറഞ്ഞു യുദ്ഫഉൻ മുസ്തമിഇൽ ഖുർആനി, ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്നവന് വരെ എന്ത് കിട്ടും? ദുനിയാവിലെ ബലാ മുസീബത്തുകൾ മാറിക്കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു وأنصتوا لعلكم ترحمون. പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ കേൾക്കുമ്പോൾ അത് സാഗൂതം ശ്രദ്ധ ചരിച്ച് കേൾക്കണേ. മാത്രമല്ല അങ്ങനെ കേട്ടിരുന്നാലോ അങ്ങനെ മിണ്ടാതിരുന്നാലോ ഖുർആൻ സാഗൂതം കർണപടം കൊടുത്തുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം തീർച്ചയായും ഉണ്ടാകുമത്രേ. ലഅല്ലക്കും തുർഹമൂൻ, തീർച്ചയായും അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകും. അങ്ങനെയാണല്ലോ ഖുർആനിൽ ലഅല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ലിത്തഹഖീഖി. ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജംഉൽ ജവാമിൽ രേഖപ്പെടുത്തിയതാണ്. ഖുർആനിലെ ലഅല്ല എന്ന പദം, ലഅല്ല എന്ന അറബിയിൽ സാധാരണ എന്താണ് പറയുക? ഗ്രാമർ പ്രയോഗം എന്താണ്? ലഅല്ല ആയേക്കാം എന്നാണ്. ലഅല്ല ആയേക്കാം, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെട്ടേക്കാം എന്നാണ് അർത്ഥം. പക്ഷേ ഖുർആനിൽ ലഅല്ല വന്നു കഴിഞ്ഞാൽ അവിടെ അർത്ഥം മാറും. ലഅല്ല ഖുർആനിൽ വന്നാൽ അവിടെ അർത്ഥം ലിത്തഹഖീഖി, ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അല്ലാഹു കരുണ ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഖബറിൽ പ്രകാശം കിട്ടുന്ന കാര്യം, ഖബറിൽ രക്ഷപ്പെടുന്ന കാര്യം നമ്മൾ പഠിച്ചു ആദ്യമായി. ഇനി എന്താണ് ഖബർ എന്ന് പഠിക്കാൻ പോവാണ്. എന്താണ് ഖബർ? അല്ലാത്തൊരു സംഭവം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഅ മിൻഹു ശഫീഉനാ റസൂലുള്ളാഹി. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം, ഏറ്റവും ഭയാനകമാകുന്ന സ്ഥലം അത് ഖബറാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പേടിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്, ശ്രദ്ധിക്കേണ്ട വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? പരിശുദ്ധമായ റജബ് 27 സ്വർഗനരകം കണ്ട പ്രവാചകൻ, നരകം കണ്ട പ്രവാചകൻ, ആ നരകത്തിലെ തീഷ്ണമാകുന്ന യാതനകളും നൊമ്പരങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും കണ്ട പ്രവാചകൻ പറയുന്നു, മാ റഅയ്തും അല്ലാറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ളഅ മിൻഹു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് നരകമല്ല, അത് ഖബറാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖബറിൽ നമുക്ക് സന്തോഷം നൽകട്ടെ. ഖബറിൽ സന്തോഷം നൽകട്ടെ. ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ ആദ്യമായി ഖബറുണ്ടാകുന്നത് ഖബർ അവനെ ഒന്ന് ഇടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു ആ ഇടുക്കം നമുക്ക് ഒരു ചുംബനമാക്കി അല്ലാഹു മാറ്റുമാറാവട്ടെ. ഉണ്ടാകും, ആ ഇടുക്കമുണ്ടാകും തീർച്ചയാണ്. ആ ഇടുക്കം എങ്ങനെ എന്നതിനാണ് ആശങ്കപ്പെടേണ്ടത്. ഖബറെന്ന് ഇടുക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഞാൻ ഹദീസ് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബ ബീവിയെ ഖബറടക്കിയിട്ട് ഖബറിന്റെ സമീപത്തിരുന്ന്
അള്ളാന്റെ റസൂല് കണ്ണീർ വാർക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ മാ യുബ്കീക യാ റസൂലല്ലാഹ്, തങ്ങൾ എന്തിനാണ് കരയുന്നത് നബിയെ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഖദ് സമിഅതു ലഗ്തതൻ മിനൽ ഖബർ സമിഅ സൗതഹാ മാ ബൈനൽ ഖാഫിഖൈൻ സദഖ റസൂലുള്ളാഹി. എന്റെ മകളെ ഖബറടക്കിയപ്പോ ആ ഖബർ ഇടുക്കുന്ന ശബ്ദം ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേട്ടുപോയി സ്വഹാബ. ഞാൻ മാത്രമല്ല, സമിഅ സൗതഹാ മാ ബൈനൽ ഖാഫിഖൈൻ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ചക്രവാളങ്ങളെ ഭേദിക്കുമാറുള്ള ശബ്ദമാണ്. മനുഷ്യ ജിന്നുവർഗം ഒഴികെ ബാക്കിയുള്ള മുഴുവനും ആ ശബ്ദം കേട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അവർ രണ്ടാളുകളും കേട്ടാൽ സൈക്കും, അവർ രണ്ടുപേരും എന്ത് ചെയ്യും? ബോധരഹിതരായി വീഴുമെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ ജിന്നുവർഗം ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ആ ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മൾ വാപ്പായെ കൊണ്ടുപോയി ഖബറിൽ വെച്ചു. ആരെങ്കിലും അറിയുന്നുണ്ടോ ഖബറിൽ നടക്കുന്ന പ്രതിഭാസം എന്താണ്? അവിടെ നടക്കുന്ന രംഗങ്ങൾ എന്താണ്? അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ ആദ്യമായി ഖബറിനുണ്ടാകുന്ന സംഭവമാണ് ഖബറെടുക്കുക. തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബാ ബിബിയെ ഖബറടക്കിയിട്ട് കരയുന്ന പ്രവാചകന്റെ മറുപടി അതാണ്, ലഖദ് സമിഅതു ലഗ്തതൻ മിനൽ ഖബരി സമിഅ സൗതഹാ മാ ബൈനൽ ഖാഫിഖൈൻ. കിഴക്ക് ചക്രവാളങ്ങളെ പടിഞ്ഞാറ് ചക്രവാളങ്ങളെ ഭേദിക്കുമാറുള്ള ശബ്ദം ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേട്ടുപോയി സ്വഹാബത്തെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉടനെ ഒരു അനുയായി ചോദിക്കുകയാണ്, അലി ഖാസിമുനാ കദാ അലി ഖാസിമുനാ കദാ. നബിയേ നബിയേ, അവിടുത്തെ പ്രിയപ്പെട്ട മൂത്ത മകനാകുന്ന ഖാസിമിനെയും ഇപ്രകാരം ഖബർ ഇടുക്കിയിരുന്നോ നബിയേ, ഖബർ ഞെരുക്കിയിരുന്നോ നബിയേ? അവിടുത്തെ മകനെ കൊണ്ടുപോയി ഖബറടക്കിയപ്പോഴും ഖബറെടുക്കുന്ന ശബ്ദം കേട്ടിരുന്നോ നബിയെ? കേട്ടിട്ടുണ്ടോ നബിയെ? മകളെ ഖബറടക്കിയപ്പോ ഈ ശബ്ദം കേട്ടെന്ന് പറഞ്ഞ മൂത്ത മകനെ ഖബറടക്കിയപ്പോ ഇങ്ങനെയായിരുന്നോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നഅം യാ സഹാബാ വലൽ ഇബ്രാഹിം അല്ലദീ അസാറ മിൻഹു. എന്റെ പ്രിയപ്പെട്ട മൂത്ത മകനാകുന്ന ഖാസിമിനെ മാത്രമല്ല, ഇപ്പോൾ മരണപ്പെട്ടതാകുന്ന സൈനബാ ബീവി എന്ന മകളെ മാത്രമല്ല, എന്റെ കൊച്ചുമകനാകുന്ന ഇബ്രാഹിം എന്ന പൊന്നുമകനെ പോലും ഖബർ വെറുതെ വിട്ടില്ല സാബ. ഖബറെടുക്കുന്ന ശബ്ദം ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേട്ടുപോയെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം സുയൂത്തി റഹിമഹുല്ല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബാദികളെ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ മഹത്തുക്കളെയൊക്കെ ഖബറടക്കി എന്ന് പറഞ്ഞാൽ അവരുടെ വാരിയല്ലുകൾ കോർത്തിട്ടോ അല്ലെങ്കിൽ തലച്ചോറ് പൊട്ടിത്തെറിച്ചിട്ടോ അത്തരത്തിലൊരു രീതിക്കല്ല, മറിച്ചൊരു ചുംബനം കൊടുത്തിട്ട് മാറുകയാണെന്ന് സയ്യിദുന ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ല അവിടുത്തെ ശറഹ് സുദൂർ എന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ, അവിശ്വാസികൾ അവരെ ഖിയാമത്ത് നാൾ വരെ ഖബർ വന്ന് ചേർന്ന് ഇടുക്കുമെന്നും ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ല. വലിയ മഹാനാണ് ഇമാം സുയൂത്തി. ഇമാം സുയൂത്തി റഹിമഹുല്ല കൈവെക്കാത്തതാകുന്ന ഒരു ഫന്നുമില്ല. എല്ലാ ഫന്നിലും അദ്ദേഹം കിതാബ് രചിച്ചിട്ടുണ്ട്. മഹാനുഭാവം പറയാൻ എല്ലാ ദിവസവും എല്ലാ സമയത്തും എപ്പോഴും ഖബറെടുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അത് കപടവിശ്വാസികൾ, ബിദ്അത്തിന്റെ ആളുകൾ, മോശപ്പെട്ട ആളുകൾ, അവിശ്വാസികൾ, അവരെ എപ്പോഴും ഖബർ വന്ന് എടുക്കും. തലച്ചോറും ശരീരത്തിലെ അവയവങ്ങളും വാരിയല്ലുകളും കോർത്തിണക്കും. വല്ലാതെ പ്രയാസത്തിലേക്ക് എത്തും. വീണ്ടും പൂർവ്വപരി ഭംഗിയായി പഴയ രീതിയിലേക്ക് എത്തും. വീണ്ടും ഖബറെടുക്കും. ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിൽ നിന്ന് രക്ഷപ്പെടണം. അതാണ് നമ്മുടെ ദുആ. അതിൽ നിന്ന് രക്ഷപ്പെടണം. ഖബർ എന്തായാലും വന്ന് എടുക്കും. അതൊരു ചുംബനം പോലെ ആയിട്ട് മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. കാരണം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഖബറടക്കിയപ്പോ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് പ്രവാചകനെ കരയാനുള്ള കാരണം ഖബറെടുക്കുന്ന ശബ്ദം കേട്ടു എന്നുള്ളതാണ്. ഖബറെടുക്കുന്ന ശബ്ദം കേട്ടുപോയി. അപ്പൊ എന്താണ് അവസ്ഥ? എന്താണ് അവസ്ഥ അറിയില്ലല്ലോ. ഉള്ളിലുള്ള കാര്യല്ലേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികളും കരയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് മുമ്പാകെ പറഞ്ഞു അത്രേ, ഫവല്ലാഹി ഇന്ന ലിൽ ഖബരി ലളഗതതാ. സഹാബത്തെ എന്റെ പ്രിയപ്പെട്ട മകളെയും എന്റെ പ്രിയപ്പെട്ട മക്കളെയും ഖബറടക്കി എന്നുള്ള ശബ്ദം കേട്ടിട്ട് ആ വർത്തമാനം കേട്ടുകൊണ്ട് കരയുന്ന സഹാബത്തെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇതാ തീർച്ചപ്പെടുത്തി പറയുകയാണ്. ഫവല്ലാഹി, ഈ ലോകത്തിന്റെ സംരക്ഷകനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നലിൽ ഖബരി ലളഗതതാ, നിശ്ചയം ഖബറിന് ഇടുക്കമുണ്ടത്രേ, ഖബറിനൊരു ഇടുക്കമുണ്ടത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിനൊരു ഇടുക്കമുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. എന്തായാലും ഖബറെടുക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലുടെ ആ ഹദീസിനോട് ചേർത്ത് വെച്ച് പറയുകയാണ്, ലൗ നജാ അഹദും മിൻ വഖതത്തിൽ ഖബർ ലനജാ സഅദ് ബിൻ മുആദ്. ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ ഞെരുക്കത്തിൽ നിന്ന്, അതിന്റെ പ്രയാസത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ എന്റെ അനുയായിയായ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എന്റെ അനുയായിയായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ആരാണ് സഅദ് ബിൻ മുആദ് എന്ന് ഇനി പഠിക്കണം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആരാൻ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയാണ്, അൻസാരികളുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ ത്വാലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാ എന്ന് അള്ളാന്റെ റസൂലിനെ വരവേറ്റുകൊണ്ട്, പ്രവാചകരെ വരവേറ്റുകൊണ്ട് മദ്ഹ് കീർത്തനങ്ങൾ പാടിയ അനുയായികളുടെ നേതൃപടവും അലങ്കരിച്ച വ്യക്തിയാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറ, പോരല്ലോ, ഒന്നുകൂടി. അങ്ങനെ പറയാം. മറ്റേ കൊച്ചാപ്പാടെ പേര് കേട്ടോലെ അനക്കമില്ലല്ലോ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു സാധാരണക്കാരനല്ല, അൻസാരികളുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തുമായി പ്രവാചകർ ഇൽമിന്റെ ചർച്ചയിലിരിക്കുമ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, ഖൂമൂ ലി സയ്യിദിക്കും, നിങ്ങളുടെ നേതാവ് കടന്നു വരുന്നുണ്ട്, ആ നേതാവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചരിത്രം സാക്ഷിയാണ്. തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കാൻ പഠിപ്പിച്ചതായ ഒരേ ഒരു വ്യക്തിത്വം അത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. കാരണം എന്താ? അൻസാരികളുടെ നേതാവാണ്. അദ്ദേഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്ക് സയ്യിദുനാ റസൂലുള്ളാഹി. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സ്വഹാബത്ത് ഓടി വന്നു. പ്രവാചകരോട് പറഞ്ഞു, നബിയെ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് കുളിപ്പിച്ച് മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ച് ജനാസ തോളിലേറ്റുകൊണ്ട് സ്വഹാബത്ത് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുയായികൾ നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കാല് നിലത്ത് കുത്തുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുമ്പോ ഉപ്പൂറ്റിയുടെ ഭാഗം പ്രവാചകൻ കുത്തുന്നില്ല. പിന്നെ വിരലിങ്ങനെ കുത്തി കുത്തി പ്രവാചകൻ പ്രയാസപ്പെട്ട് നടക്കാൻ. എന്ത് പറ്റി? നബിയോട് ചോദിച്ചു, മലക്കാ റസൂലല്ലാഹ്, നബി എന്ത് പറ്റിയത്?
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നെ കല്ലിൽ ഒരു മുള്ളു തറച്ചിട്ടോ കാലിൽ ഒരു മുള്ളു തറച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചരൽക്കല്ല് പതിഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ ഇങ്ങനെ നടക്കുന്നത്. 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഅദ് ഇബ്നു മുആദിന്റെ മരണവാർത്ത അറിഞ്ഞതുകൊണ്ട് ഉടനെ സൃഷ്ടിക്കുകയും ഈ ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്തു അത്രേ. 70,000 മലക്കുകൾ മുഴുവനും ഈ മദീനത്തെ തെരുവിലൂടെ നടന്നിട്ട് എനിക്കെന്റെ കാല് നിലത്ത് കുത്താൻ കഴിയുന്നില്ല സാബായെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകളുടെ ആധിക്യത്താൽ എനിക്കെന്റെ കാല് നിലത്ത് കുത്താൻ കഴിയുന്നില്ല. അത്രത്തോളം തിങ്ങി നിരങ്ങിയപ്പോ ഈ റോഡിൽ കൂടെ മലക്കുകൾ പോകുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ആള് നിസ്സാരക്കാരനാണോ? തീർന്നില്ല. മിൻ അജലി ഖാലിഖി സമഅനാ ബിഹി ഇല്ലാ ലിസഅദിൻ അബാ അംരി. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത കേട്ടപ്പോ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിപ്പോയത്രേ, വിറങ്ങലിച്ചു അത്രേ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണവാർത്ത കേട്ടപ്പോൾ, സൃഷ്ടികളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ മരണവാർത്ത കേട്ടപ്പോഴത്തേക്കും അർശ് കുലുങ്ങി. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ചരിത്രമാണ്, പഠിച്ചു വെക്കണം നമ്മൾ. അപ്പൊ അങ്ങനത്തെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് എഴുന്നേറ്റ് നിൽക്കുക, നിങ്ങളുടെ നേതാവാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മരണപ്പെട്ടുമ്പോ അല്ലാഹുവിന്റെ അർശ് പോലും വിറങ്ങലിച്ചതാകുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ, ആ ജനാസ അനുഗമിക്കുമ്പോ വിരല് കുത്തിക്കൊണ്ട് കടന്ന പ്രവാചകരോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഇറക്കി. ആ മലക്കുകൾ ഈ മദീനത്തെ തെരുവിലൂടെ നടക്കുന്നത് കാരണമായിട്ട് എനിക്കെന്റെ കാലുകുത്താൻ കഴിയുന്നില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വർണ്ണവലിപ്പം പറഞ്ഞ സഅദ് ഇബ്നു മുആദിന്റെ ജനാസ ഖബറിലേക്ക് വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലഖദ് സമിഅതു ലഗ്തതൻ മിനൽ ഖബർ. ഖബർ എടുക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്ക്, ഇപ്പൊ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? മലക്ക് ആകെ ഇപ്പുറത്ത് 2 മലക്കുണ്ടായിട്ട് തെറ്റെഴുതാനേ സമയമുള്ളൂ. വേറെ മലക്കൊന്നും ഇറങ്ങിയിട്ടില്ല താനും. മലക്കിങ്ങനെ ചേഞ്ച് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ വലത്ത് റഖീബ് എത്തിയത് മലക്കെന്താണ്? ചേഞ്ച് ആവുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അതൊരു പുതിയ അറിവാണല്ലോ. അതേ ചേഞ്ചാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, യതആഖബു ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ യജ്തമിഊന ഫീ സ്വലാത്തി സുബ്ഹി വ ഫീ സ്വലാത്തിൽ അസ്രി. ഹബീബായ റസൂലുള്ളാഹി. മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ, പകലിലും അതുപോലെ തന്നെ രാത്രിയിലും മലക്കുകൾ ഇങ്ങനെ ചേഞ്ച് ആവും. ഒരു കൂട്ടം മലക്കുകൾ എപ്പോ ഇറങ്ങി വരും? സുബൈക്ക് വരും. അപ്പൊ സുബൈ വരെ എഴുതിയിരുന്ന മലക്കുകൾ സുബൈ മുതൽ അസർ വരെയാണ് ടൈം. ഈ റഖീബ് അത്തീദിനെ ചേഞ്ച് ആക്കുന്ന കാര്യം പറയുന്നത് കേട്ടോ. അവരിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. യതആഖബു ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ. സയ്യിദുനാ റസൂലുള്ളാഹി. റഖീബ് അത്തീദ് 2 മലക്കുകൾ അവർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. രാവിലെ സുബൈക്ക് വരുന്ന മലക്ക് അവര് അസർ ആവുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും? അസർ നമസ്കരിക്കാൻ വേണ്ടി അവര് 2 ഇമാം ദുനിയാവിൽ തന്നെ ഈ ഭൗതിക ലോകത്ത് തന്നെ അവർ നമസ്കരിക്കും. അസർ നമസ്കരിക്കും, ഇവിടെ തന്നെ നിസ്കരിക്കും. യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വ ഫീ സ്വലാത്തി സുബ്ഹി. ഈ അസർ നമസ്കാരത്തിലേക്ക് പങ്കാളികളാകാൻ അസർ മുതൽക്ക് സുബഹി വരെ കാവൽ നിൽക്കുന്നതാകുന്ന എഴുതാൻ വേണ്ടി നിൽക്കുന്ന മലക്കുകൾ നേരത്തെ അസറിനെത്തും. എന്നിട്ട് ഒരുമിച്ച് ഈ 4 പേരും കൂടി ഒരുമിച്ച് നിസ്കരിക്കും. ആര് പറയാൻ? ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. നിസ്കരിച്ചതിന് ശേഷം കൈമാറ്റം ചെയ്യാൻ റിക്കാർഡൊക്കെ കൊടുക്കുക. വേഗം തുടങ്ങിക്കോ, അല്ലാഹ് നമ്മൾ ക്ഷീണിച്ചിട്ടൊന്നും അല്ല, പോവാണ്, ഇനി രാവിലെ കാണാം. അടുത്ത രാവിലെ വീണ്ടും അടുത്ത മലക്കൾ വീണ്ടും റൊട്ടേറ്റ്, വീണ്ടും തിരിക്കാണ്. മലക്കൾ ഇങ്ങനെ ചേഞ്ച് ആവും. അതല്ല, ഈ 2 മലക്കൾ തന്നെയാണ് രാവിലെ വരുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച നടന്നിട്ടുണ്ട്. നബവി തങ്ങൾ പറഞ്ഞത് മലക്കുകൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു പ്രശ്നമുള്ള കേസല്ല. എത്രയോ മലക്കൾ അല്ലാഹു പടച്ചു. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചേഞ്ച് ആയി പുതിയ മലക്കുകളാണ് വന്നുകൊണ്ടിരിക്കുക എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുക. ഈ ഹദീസ് വിശദീകരിച്ചു. അപ്പോ സുബൈക്ക് വരുന്ന മലക്ക് അസറാവുമ്പോഴത്തേക്കും ആ 2 മലക്കുകൾ അസർ നിസ്കരിച്ചിട്ട് കയറിപ്പോണ്ട് റിക്കാർഡ് എടുക്കൽ അവരെല്ലാം കൊടുത്തിട്ട് മറ്റേ കൊടുത്തിട്ട് അടുത്തുള്ളൂ.
ഈ റെക്കോർഡുമായിട്ട് പോകും. അങ്ങനെയുണ്ട് ഹദീസ്. ഈ റെക്കോർഡുമായിട്ട് പോകും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഈ റെക്കോർഡുമായിട്ട് ആകാശ ലോകത്തേക്ക് ഉയരുമ്പോ വിളിച്ചു പറയുമത്രേ അവരുടെ അമലുകൾ സ്വീകരിക്കുന്നതിന് മുമ്പ് അവരുടെ കുടുംബാദികളോട്, അവരുടെ സഹോദരങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് അത് നോക്കിയിട്ട് വേണേ കൊണ്ടുവരണേ. സ്വന്തം സഹോദരങ്ങളോടുള്ള കടപ്പാടുകൾ, ബാധ്യതകൾ അത് കറക്റ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഇല്ലെങ്കിൽ ഇപ്പൊ റെക്കോർഡ് എടുക്കണ്ട എന്ന് മലക്കുകൾ പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ നടക്കുന്ന സംഭവമാണ്, ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായിരുന്നാലും ഒരു മലക്ക് പോലും സത്യത്തിൽ നമ്മുടെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും നമ്മൾ ചിന്തിക്കണം. ഈ സമയത്തുണ്ട്. കാരണം ഇൽമിന്റെ സദസ്സിൽ എപ്പോഴും കോടാനുകൂടി മലക്കുകൾ ഇറങ്ങാൻ. ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടുമെന്ന് ഖുർആനല്ലേ പറഞ്ഞത്. അള്ളാഹു മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സായി നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. കാരണം നമ്മൾ വേറൊന്നും പറയുന്നില്ലല്ലോ. ഖുർആനും ഹദീസും, വേറെ പാട്ടും കൂത്തൊന്നുമില്ല, ആയത്തും ഹദീസും വെച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കും, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതുകൊണ്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പോലും രക്ഷപ്പെട്ടിട്ടില്ല ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്. മുഹമ്മദ് റസൂലുള്ളാഹി ലൗ നജാ അഹദും മിൻ ലഗ്തത്തിൽ ഖബരി ലനജാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ശഫീഉനാ റസൂലുള്ളാഹി. ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കണം. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരാളാണ്, അതൊരു പെണ്ണാണ്. ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമ്മയാണ്. ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ അവര് മാത്രമേ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഒരു കിസ്സിനൊക്കെ പറയാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു വനിത ആരാണത്? ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ മകൾ ഫാത്തിമയല്ല, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. ആരാണ് ഫാത്തിമ ബിൻത് അസദ്? അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്, അബൂ താലിബിന്റേതാകുന്ന ഭാര്യയാണ്. അത് വലിയ ചരിത്രമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വയറ്റിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രവാചകർക്ക് വിലപ്പെട്ടതൊക്കെ ഇല്ലാതായി, മരണപ്പെട്ടു പോയി. ചെറുപ്പത്തിലെ വാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയി. ആമിന ബീവി പോയി, അബ്ദുള്ള പോയി. ഗർഭത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വാപ്പ മരണപ്പെട്ടു പോയി. ആമിന ബീവി മരണപ്പെട്ടു പോയി. അതിനുശേഷം അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. അബ്ദുൽ മുത്തലിബ് 8ാമത്തെ വയസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിയപ്പോ അദ്ദേഹവും വിട പറഞ്ഞു പോയി. 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. 8 വയസ്സെന്ന് പറയുമ്പോൾ എത്രാം ക്ലാസ്സിലായിരിക്കും? 2 അല്ലെങ്കിൽ 3 അല്ലേ? ആ ഏജാണ്. ആ കുട്ടിയുടെ മനസ്സാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രായത്തിലാണ് അബൂ താലിബ് ഏറ്റെടുക്കുന്നത്, പ്രവാചകന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്. അബൂ താലിബിന്റെ ഭാര്യയാണ് ആര്? ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. നബിയുടെ മൂത്തുമ്മയാണ്. നബിയുടെ മൂത്താപ്പയാണ് ആര്? അബൂ താലിബ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയം അതാണ്. കാരണം എന്താ? ഒരു കുട്ടി വളർന്നു വന്ന് തുണി കഴുകാൻ അറിയില്ല, വസ്ത്രം തേക്കാൻ അറിയില്ല, തുണി ഉടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ല. ഏറ്റവും കൂടുതൽ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും ആവശ്യം വരുന്ന ഒരു സംഭവം അതാണ്, അല്ലേ? അതുവരെയൊക്കെ ആരെങ്കിലുമൊക്കെ നോക്കും, മറ്റേത് സ്വന്തമായിട്ടിരിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയാണ് നബിയുടെ തുണി കുപ്പായൊക്കെ കഴുകി ശുദ്ധീകരിച്ച് ക്ലിയറാക്കി കൊടുക്കൽ. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ ആ ഉമ്മയെ നബിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഭയങ്കര സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സ്നേഹം അവരോട്. ആ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ മരണപ്പെട്ടെന്ന വാർത്ത കേട്ടപ്പോ ഫാത്തിമ ബിക്ക് ഒരുപാട് ബന്ധമുണ്ട്. ഒന്ന് നബിയുടെ മൂത്തുമ്മ, മറ്റൊന്ന് മകളുടെ അമ്മായിയമ്മ. ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ് ആര്? അലിയാരിതങ്ങൾ. അലിയാരിതങ്ങളുടെ ഉമ്മയാണ് ആര്? ഫാത്തിമ. അപ്പൊ അമ്മായിയമ്മ, അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ബീയുടെ മൂത്തുമ്മ. ആ മൂത്തുമ്മ മരണപ്പെട്ടപ്പോ അതും പോറ്റുമ്മയാണ്, വെറും മൂത്തുമ്മയല്ല, പോറ്റുമ്മയാണ്. ആ മൂത്തുമ്മ മരണപ്പെട്ടു പോയപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കഫം പൊതിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഏറ്റെടുത്തുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് നോക്കുകയാണ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ചു നേരം ജനാസയുടെ മുന്നിലൂടെ നടക്കുകയാണ്, കുറച്ചു നേരം ജനാസയുടെ പിന്നിലൂടെ നടക്കുകയാണ്. എന്ത് പറ്റി പ്രവാചകർക്കെന്നറിയാതെ അനുയായികൾ വല്ലാതെ വിഷമിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുയായികൾ സാഗൂതം ശ്രദ്ധ ചെലുത്തുകയാണ്. എന്തോ ഒരു വല്ലാത്ത വിഷമം ബാധിച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂൽ മുമ്പോട്ടും പിറകോട്ടും ജനാസയുടെ മുന്നിലൂടെയും പിറകിലൂടെയും നടക്കുകയാണ്. എന്തോ ഒന്ന് സംഭവിച്ചതുപോലെ, എന്തോ ഒരു വലിയ പ്രയാസം നേരിട്ടതുപോലെ സഹാബത്ത് ചോദിക്കുമ്പോൾ നബി തങ്ങൾ മൗനവലംബിക്കുകയാണ്. വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി പ്രവാചകനതാ എത്തുകയാണ്. മയ്യത്ത് നമസ്കരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ പ്രവാചകർ പറയുന്നു, നിങ്ങൾ അല്പമൊന്ന് സാവകാശം ചെയ്യണേ, ഈ മകനിതാ കടന്നു വരുകയാണ്. ഉമ്മയുടെ അടുക്കലേക്ക് മകനിതാ കടന്നു വരുകയാണ്. ഇതൊരു സാധാരണ ഉമ്മയല്ല, തന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ശേഷം പോറ്റുമ്മയായി കടന്നു വന്ന ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ ജനാസ കൊണ്ടുവന്ന ഖബറിന്റെ സമീപത്ത് വെക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ സമീപത്തിരിക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താനിട്ടിരിക്കുന്ന ഖമീസ് ബിസ്മി ചൊല്ലിക്കൊണ്ട് അങ്ങോട്ട് ഊരുകയാണ്. ആ ഉമ്മയിലേക്ക് നബി തങ്ങൾ തന്നെ ധരിപ്പിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ശരീരത്തിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട പൂമേനിയിലേക്ക് ചേർന്ന് കിടന്ന വസ്ത്രം പ്രവാചകൻ ആ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ധരിപ്പിക്കുകയാണ്. ഒരാൾക്കും ചെയ്യാത്ത പ്രവർത്തനമാണ്, ഒരാൾക്കും ചെയ്യാത്തതാകുന്ന പ്രവർത്തനമാണ്. കാരണം ഈ ഉമ്മയെ കൊണ്ട് വല്ലാത്ത സ്നേഹമാണ്. എത്ര വലിയ സ്നേഹമാണ്, എത്ര വലിയ സ്നേഹമാണ്. സ്വഹാബത്ത് പിന്നീട് ചോദിച്ചു പോയി, നബിയേ, ആർക്കും കൊടുക്കാത്ത ഖമീസ് ഈ പാവപ്പെട്ട ഉമ്മയ്ക്ക് അവിടുന്ന് നൽകിയല്ലോ, ഈ ഉമ്മയ്ക്ക് കൊടുത്തല്ലോ എന്ന് ലോകത്തിന്റെ നായകനോട് ചോദിക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു അത്രേ, അവരുടെ പ്രിയപ്പെട്ട മക്കളാകുന്നതായ അലിയും അവരുടെ പ്രിയപ്പെട്ട മക്കളാകുന്ന ജാഫറൊക്കെ പട്ടിണി കിടക്കുന്ന സന്ദർഭത്തിൽ ഈ പാവപ്പെട്ട മുഹമ്മദിനെ ഓർത്തിട്ട് എനിക്ക് വിശന്ന സന്ദർഭത്തിൽ എനിക്ക് ഭക്ഷണം നൽകിയവരാണ്. അവരുടെ ജാഫറും അവരുടെ പ്രിയപ്പെട്ട മകനാകുന്ന അലിയും ഒക്കെ പട്ടിണിയാണ്. അവരുടെ പട്ടിണി വകവെക്കാതെ സ്വന്തം മക്കളെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് ഭക്ഷണം തന്നതാകുന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയെ എനിക്ക് മറക്കാൻ കഴിയില്ല. അന്നെനിക്ക് റിസാലത്ത് കിട്ടിയിട്ടില്ല, ഞാൻ നുബുവത്ത് കിട്ടിയ ഒരു പ്രവാചകനാകുമോ എന്നുള്ള ചിന്ത പോലും ആ പ്രിയപ്പെട്ട ഉമ്മയ്ക്കില്ല. ആ സമയത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയായിട്ട് എന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് 8 വയസ്സുള്ള എന്നെ വല്ലാതെ സ്നേഹിച്ചുകൊണ്ട് എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് എനിക്ക് ഭക്ഷണം നൽകിയ, എനിക്ക് വസ്ത്രം നൽകിയ, എന്നെ താരാട്ട് പാട്ടി ഉറക്കിയ, എനിക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും വരുമ്പോ വിഷമിക്കല്ല് പൊന്നുമോനെ എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച എന്റെ ഉമ്മ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയപ്പോ എന്നെ സ്നേഹം കൊണ്ട് വെറുപ്പ് മുട്ടിച്ച പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ എന്നെ ഖമീസ് കൊടുക്കാതിരിക്കുമോ? ആ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് എന്നെ ഖമീസ് കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങുകയാണ്. ആ ഖബറിൽ പ്രവാചകൻ ഇരിക്കുകയാണ്. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയെ അടക്കാനിരിക്കുന്ന ഖബറിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ഇരിക്കുകയാണ്. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിൽ അങ്ങോട്ട് കടക്കുകയാണ്. ഖബറിൽ കടന്നെന്ന് മാത്രമല്ല, ഇമാം ബുഖാരിയും മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫതമഹക ഫീ ഖബരിഹാ, ആ ഖബറിൽ കടന്നുകൊണ്ട് വലത്തോട്ടും ഇടത്തോട്ടും മറിയുകയാണ്. ഖബറിന്റെ 2 പാർശ്വത്തിലേക്ക്, വലത് പാർശ്വത്തിലേക്ക് പിന്നീട് ഇടത് പാർശ്വത്തിലേക്ക് തന്റെ ശരീരത്തെ ചേർത്ത് വെക്കുകയാണ്. എന്തോ വല്ലാത്ത ആദി വന്നതുപോലെ അല്ലാഹുവിന്റെ റസൂല് വലത് ഭാഗത്തേക്ക് ശരീരം ചേർക്കുകയാണ്, ഇടത് ഭാഗത്തേക്ക് ഇടത് പാർശ്വം ചേർക്കുകയാണ്. എന്നിട്ട് ആ ഖബറിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തിന്റെ അധിപനായ ആകാശത്തിന്റെ ദർബാറിലേക്ക് പടച്ചറബിന്റെ ഒരു ദൈവത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മി ബഅദ ഉമ്മി ബിഹഖി നബിയിക വൽ അംബിയാഇ الذين من قبلي. അല്ലാഹുവേ, പടച്ചറബേ, എന്റെ ഉമ്മയ്ക്ക് ശേഷം പോറ്റുമ്മയായി കടന്നു വന്നതായ ഈ ഫാത്തിമ ബിൻത് അസദിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ പുറത്തു കൊടുക്കണേ അല്ലാ
ഏത് ഉമ്മയാണ് എനിക്ക് വിശന്ന സമയത്ത് എനിക്ക് ഭക്ഷണം നൽകിയ പ്രിയപ്പെട്ട ഉമ്മയാണ്. എനിക്കെങ്ങനെയാണ് തുണി കഴുകേണ്ടത്, തുണി എങ്ങനെയാണ് ഉടുക്കേണ്ടത് എന്നറിയാത്ത സന്ദർഭത്തിൽ അത് ഉടുത്തു കഴുകുകയും അത് കഴുകി തരുകയും ചെയ്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മ. ഈ എന്റെ പ്രിയപ്പെട്ട ആമിന ഉമ്മയ്ക്ക് ശേഷം പോറ്റുമ്മയായി കടന്നു വന്നതായ ഈ ഫാത്തിമ ബിൻത് അസദിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ബിഹഖി നബിക വൽ അംബിയാഇല്ലദീന മിൻ ഖബ്ലി. നിന്റെ പ്രവാചകരാകുന്ന മുഹമ്മദ് നബിയുടെ ബറക്കത്ത് കൊണ്ടും അതിനു മുമ്പ് കഴിഞ്ഞു പോയതാകുന്ന പ്രവാചകന്മാരുടെ ബറക്കത്ത് മുഖേനയും ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ടും ഇവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. പ്രവാചകൻ ഖബറിന്റെ കരയിലേക്ക് കയറുകയാണ്. ആ ഖമീസ് ധരിപ്പിച്ച പ്രിയപ്പെട്ട ഉമ്മയുടെ ജനാസ ഖബറിലേക്ക് ഇറങ്ങി വെച്ചുകൊണ്ട് പ്രവാചകൻ താങ്ങി പിടിച്ചുകൊണ്ട് കടത്തുകയാണ്. മണ്ണിട്ട് മൂടിക്കഴിഞ്ഞ ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ആ പൊന്നുമോൻ വിളിച്ചു പറയുകയാണ്. 8 വയസ്സുള്ള പൊന്നുമോനെ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ എന്തോ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ചുകൊണ്ട് പ്രവാചകന് പറയുകയാണ്, എനിക്ക് സന്തോഷമായ സാബ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലേക്ക് വെച്ചതിന് ശേഷം ഒരാളെയും ഖബറെടുക്കാതിരുന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ പ്രിയപ്പെട്ട അനുയായികളെ, എല്ലാവരെയും ഖബറെടുക്കിയിട്ടുണ്ട്. പക്ഷേ ആദം നബി അലൈഹിസ്സലാം മുതൽ എന്റെ സമുദായം വരെ ഒരാളെയെങ്കിലും ഖബറെടുക്കാത്തതുണ്ടെങ്കിൽ അതെന്റെ പ്രിയപ്പെട്ട പോറ്റുമ്മയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ മാത്രമാണ് എന്ന് ഹബീബായ ശഫീആയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാത്രം, ബാക്കി ലോകത്ത് ഒരാളെ ഇല്ല, അവരെ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഖബറെടുക്കും. അതുകൊണ്ട് തന്നെ ഖബർ നിസ്സാരമല്ല, ഖബറിനെ പേടിക്കണം. തലവാ ഉസ്താദ് അതല്ലേ പാടിയത്, ആ ബൈത്തൊക്കെ നമ്മൾ എത്ര കേട്ടതാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. സമ്പാദ്യ മുതലിൽ നിന്ന് 3 ഫാന, സമ്പാദ്യ മുതലിൽ നിന്ന് 3 ഫാന. അത് മാത്രമല്ലതിലെപ്പോഴും വഹദാന. മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, നെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത്. വിധങ്ങൾ പറഞ്ഞത് ഇന്നലിൽ ഖബറിൽ ലഗ്ത, ഖബറിനൊരു ഇടുക്കമുണ്ട്, അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോല് ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ. ഖബർ പൊട്ടിട്ട് താക്കോൽ ആരും കൊണ്ടുപോയി ഇസ്രാഫീൽ. ഈ സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ഇത് പൊട്ടുന്നത്. ഖബർ പൊട്ടും. ചിതലും പുഴുക്കൾ താവളം പേരു തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ
സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ല തള്ളലാടതുകൊണ്ട്. ഖബറന്നു കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഇതൊക്കെ നമ്മൾ കേൾക്കണ്ടേ? ഈ ബൈത്തൊക്കെ നമ്മൾ മറന്നുപോയില്ലേ? അവാഹിബലിജിയിൽ ഉള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കോ. ഉള്ളവർ മതി കേട്ടോ, അല്ലാത്തൊരു വെറുതെ കൈവക്കണ്ട. ഉള്ളവരൊന്ന് കൈവക്കിക്കോ. ഇപ്പൊ ഈ നാട് മറന്നിരിക്കുകയാണ് തഴവ ഉസ്താദിനെ. അള്ളാഹു നമുക്ക് എത്രയും പെട്ടെന്ന് മൗദരി വാങ്ങിച്ചത് പഠിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. മറക്കാൻ പാടില്ല, കാരണം നമ്മുടെ ഈ നാട്ടിൽ പ്രത്യേകിച്ച് മറക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് 20 കൊല്ലം മുമ്പ് ആ നടന്ന വാഴുകൾ ഒരു ദിവസമല്ല, എത്രയോ ദിവസങ്ങൾ, മാസങ്ങൾ, എത്രയോ വർഷങ്ങൾ കൃത്യമായി ഇവിടെ വന്ന് വാഴു പറയാണ്. ഇതിന്റെ ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റ് ഷിഹാബ് സാഹിബ്, അദ്ദേഹം ഒരു ആലിമും കൂടിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. അദ്ദേഹം സൂചിപ്പിക്കുണ്ടായി, വാഴുന്നതിന് വരുമ്പോ തഴവ ഉസ്താദ് രാവിലെ സുബഹിക്ക് ഇവിടെ വരും. സുബഹി കഴിഞ്ഞ് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ യാത്ര. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ് അവരുടെയൊക്കെ ചര്യ. അതിരാവിലെ യാത്ര അങ്ങ് പോവാ, രാവിലെ യാത്ര ചെയ്യുക, അത് വലിയ ബർക്കത്താണ്. അങ്ങനെ നേരെ വാഴ് എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്ക് രാവിലെ സുബഹി കഴിഞ്ഞ് അതിരാവിലെ തന്നെ യാത്ര പോകും. യാത്ര ചെന്ന് ഇപ്പൊ ഇവിടെയാണ്, ഉച്ച കഴിഞ്ഞ് കൂടി തിരിച്ചാൽ മതി, ചിലപ്പോൾ എത്തുമായിരിക്കും. എങ്കിൽ പോലും നേരത്തെ തന്നെ ഇങ്ങ് പോരാണ്. ഇവിടെ വന്ന് പള്ളിയിൽ വന്ന് എവിടെ വാഴ് പറഞ്ഞാലും ഒരാളുടെയും, എത്ര വലിയ പണക്കാരനാകട്ടെ പാവപ്പെട്ടവർ, ഒരാളുടെയും വീട്ടിലേക്ക് പോകില്ല. എത്ര വലിയ സൗകര്യം, എയർ കണ്ടീഷൻ റൂമോ ഒന്നുമില്ല അവർക്ക്. പള്ളിയിൽ തന്നെ ഇഅ്തികാഫിന് വെച്ച്, പള്ളിയിൽ അന്നത്തെ പഴയ പള്ളിക്ക് പറയുമ്പോൾ കൊതുകടിയും ബഹളവും ഒക്കെ ഉണ്ടാവുമല്ലോ, അറിയാമല്ലോ. ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് പള്ളിയിൽ തന്നെ അവർ ഇബാദത്തെടുത്ത് കൂടുകയാണ്. നോർത്തു നോക്കുക സഹോദരങ്ങളെ, യഥാർത്ഥ ആലിമീങ്ങൾ, യഥാർത്ഥ ഇൽമിൻ്റെതാകുന്ന ആളുകൾ, ഉഖറവിയായ ആലിമികൾ അവരല്ലേ. അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ, അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ. ഈ രാവിലെ നമ്മൾ അവർ ഓർക്കണം, കാരണം നാളെ അവരുടെ ആണ്ടാണ്. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. സ്വർഗീയ വിരിപ്പ് അള്ളാഹു അവരുടെ ഖബർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ആത്മീയമാകുന്ന നോട്ടം കിട്ടിയ നാടാക്കി നമ്മുടെ ഈ നാടിനെയും പരിസര പ്രദേശത്തെയും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ.